ഹായ് ഫ്രണ്ട്സ്, ബീവീസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈസി ബ്രേസ്ലെറ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്യുന്നതാണ്, എല്ലാവരും കാണുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് മേക്കിങ്ങിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 കളറിലുള്ള മുത്തുകളാണ്. ഇവിടെ ഒരു കളർ മുത്ത് അല്പം സൈസ് കുറഞ്ഞതും മറ്റത് സൈസ് കൂടിയതുമാണ് വേണ്ടത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൂക്ക് വേണം. അപ്പം ഇവിടെ ഗോൾഡൻ കളർ പേള് കുറച്ച് വലിപ്പത്തിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലൂ കളർ പേൾ എടുത്തിട്ടുണ്ട്, അത് വലിപ്പം കുറഞ്ഞതാണ്. പിന്നെ ഈ നൈലോൺ ത്രെഡാണ് ബ്രേസ്ലെറ്റ് മേക്കിങ്ങിന് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൂലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും നൈലോൺ ത്രെഡാകുമ്പോൾ നമുക്ക് കൂടുതൽ കാലം ഈട് നിൽക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ഒരു വലിപ്പത്തിലുള്ള ഇതേപോലെയുള്ള നീളത്തിലുള്ള നൈലോൺ ത്രെഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ബ്ലൂ കളർ ബീഡ് വെച്ചാണ് തുടങ്ങുന്നത്. ആദ്യം തന്നെ 2 ബ്ലൂ കളർ ബീഡ് ഇതിലേക്ക് കോർത്തു കൊടുക്കുകയാണ്. ചെറിയ മുത്തുകളായതുകൊണ്ട് കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പം കൂടിയ മുത്തുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത്. ഇപ്പോൾ 2 ബീഡ് ഇതിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെയുള്ള ഹുക്ക് ഒന്ന് ഇതിലേക്ക് കോർക്കുക. അതിനുശേഷം ബ്ലൂ കളർ മുത്ത് 3 എണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ഹൂക്കിൻ്റെ 2 സൈഡിലും ബ്ലൂ കളർ മുത്തുകൾ വരും. ഒരു സൈഡിൽ 2ഉം ഒരു സൈഡിൽ 3ഉം. ഇനി 3 മുത്തുകളുള്ള ആ ഭാഗത്ത് നിന്ന് ഒരു മുത്തിനെ മുകളിലേക്കൊന്ന് നീക്കി കൊടുക്കുക. ഈ ഒരു മുത്തിനെ ഞാൻ മുകളിലേക്ക് നീക്കുകയാണ്. എന്നിട്ട് മറ്റേ സൈഡിലെ നൈലോൺ ത്രെഡിനെ ആ മുത്തിലേക്ക് കോർത്ത് കൊടുക്കണം താഴോട്ട്. ഇതേപോലെ ആ മുത്ത് പിടിച്ച് മുകളിൽ നിന്ന് താഴേക്ക് മറ്റേ സൈഡിലുള്ള നൈലോൺ ത്രെഡിനെ ഒന്ന് കോർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റാർട്ടിങ് യൂണിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സൈഡ് ചൂസ് ചെയ്ത് അതിലേക്ക് 2 ബ്ലൂ കളർ പേള് ഇട്ട് കൊടുക്കുക. മറ്റേ സൈഡിൽ ഒരു ഗോൾഡൻ കളർ പേളും ഒരു ബ്ലൂ കളർ പേളും കോർത്ത് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു സൈഡിൽ 2 ബ്ലൂ കളർ പേൾ ഉണ്ടാവും, മറ്റേ സൈഡിൽ ഒരു ഗോൾഡൻ കളറും ഒരു ബ്ലൂ കളർ പേളും ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഗോൾഡൻ കളർ പേളിൻ്റെ മുകളിലായി വരുന്ന ബ്ലൂ കളർ പേളിലേക്ക് മറ്റു സൈഡിലുള്ള നൈലോൺ ത്രെഡിനെ നേരത്തെ ചെയ്തതുപോലെ താഴോട്ട് കോർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ബ്രേസ്ലെറ്റിന് ഭംഗി ഉണ്ടാവില്ല. ഈ നൈലോൺ ത്രെഡൊക്കെ പുറത്തിങ്ങനെ കാണും. അത് ഒഴിവാക്കാൻ വേണ്ടി നന്നായി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഈ ഗോൾഡൻ കളർ പേളിൻ്റെ സൈഡിൽ വരുന്ന നൈലോൺ ത്രെഡിലെ 2 ബ്ലൂ കളർ പേൾ ഫില്ല് ചെയ്ത് കൊടുക്കണം.
നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനൊരു വളയിൽ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഇനി അടുത്തതായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൂ കളർ പേള് ഗോൾഡൻ കളർ പേളിൻ്റെ മുകളിലായിട്ട് 2 എണ്ണം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മറ്റേ സൈഡിൽ ഒരു ഗോൾഡൻ കളർ പേള് ആൻഡ് ഒരു ബ്ലൂ കളർ പേൾ. ഇനി നേരത്തെ ചെയ്തതുപോലെ 2 ബ്ലൂ കളർ പേൾ വരുന്ന ഭാഗത്തുള്ള നൈലോൺ ത്രെഡിനെ ഒരു ബ്ലൂ കളർ പേളുള്ള ഭാഗത്തുള്ള മുകളിലത്തെ ബ്ലൂ കളർ പേളിൽ കൂടി താഴേക്ക് കോർത്തു കൊടുക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയാണ് നമ്മൾ ഇനി എൻ്റെയർ ചെയിനിൽ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്ത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലിയ ബീഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ എൻ്റെ ചെറിയ മോൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ഒരു 1.5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാൻ ചെറിയ ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വലിയ ടൈപ്പ് ബീഡ്സ് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തും നമുക്കത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വേണ്ട അത്രയും ലെങ്ത്തിൽ ഇതേപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് എൻഡ് ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 ബ്ലൂ കളർ പേള് ഒരു സൈഡിൽ കോർത്ത് കൊടുക്കുക. മറ്റേ സൈഡിലും അതേപോലെ തന്നെ 2 ബ്ലൂ കളർ പേള് കോർക്കണം. ഇനി അടുത്തത് നേരത്തെയുള്ള ആ ഹുക്കിൻ്റെ പോർഷൻ ഇതിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നന്നായി കെട്ടിട്ട് കൊടുക്കണം. ഒരു സൈഡിൽ ഫില്ല് ചെയ്ത് അവിടെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള നമ്മൾ 2 ബ്ലൂ കളർ പേൾ ഫില്ല് ചെയ്തത് മുകളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് താഴോട്ട് തന്നെ നീക്കി കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി മറ്റേ സൈഡിലുള്ള നൈലോൺ ത്രെഡും അതിൽ നന്നായി കെട്ടിട്ട് കൊടുക്കുക. നന്നായി കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. നല്ല ടൈറ്റിൽ നമുക്ക് ആവുന്നത്ര ഫിനിഷിങ്ങിൽ ഇത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ കെട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ലെങ്ത്തിലുള്ള ബ്രേസ്ലെറ്റ് ചെയിനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട അത്രയും ലെങ്ത്തിൽ ചെയ്തെടുക്കണം. ഞാൻ അടുത്തായിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് നമുക്ക് ഇതേപോലെ ഉരുക്കി കൊടുക്കാം. നൈലോൺ ത്രെഡാണ്, പെട്ടെന്ന് ഉരുകി വരും. അപ്പോൾ ഇതിൻ്റെ എൻഡിലൊരു ഫിനിഷിങ്ങിന് വേണ്ടി ഇതേപോലെ ഉരുക്കി ഇത് കെട്ടൊന്നും കാണാത്ത രീതിയിലാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.